ഇന്ത്യക്ക് സംരക്ഷണ കവചമൊരുക്കാൻ ഇനി മുതൽ INS അരികെട്ടും. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. അരിഘട്ട് ഇനി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗം. ശത്രുവിനെ നശിപ്പിക്കുന്നവൻ എന്നാണ് അരിഘട്ട് എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം. ശത്രുവാരുമാകട്ടെ നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് കരുത്തേകാൻ ഇനി മുതൽ INS അരിഘട്ടും. അരിഹന്തിന്റെ പിൻഗാമിയാണ് INS അരിഘട്ട്. മൂത്തവനേക്കാളും വമ്പൻ. അരിഹന്ത് പോലെ തന്നെ 83 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിച്ചാണ് അരിഘട്ടും പ്രവർത്തിക്കുന്നത്. 112 മീറ്റർ നീളമുള്ള ഇതിന്റെ ഭാരം 6000 ടണ്ണാണ്. ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ പതിയിരിക്കാൻ കഴിയും. ഉപരിതലത്തിൽ 22 മുതൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയുള്ള ഈ അന്തർവാഹിനിക്ക് വെള്ളത്തിനടിയിൽ 44 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ വരെ സഞ്ചരിക്കാൻ കഴിയും. 750 കിലോമീറ്ററാണ് ആണവ ബാലിസ്റ്റിക് മിസൈൽ പരിധി. 1400 അടി ആഴത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. അരിഹന്തിനേക്കാൾ സാങ്കേതികമായി ഏറെ മുന്നിട്ട് നിൽക്കുന്നവരാണ് അരിഘട്ടെന്ന് പ്രതിരോധ മന്ത്രാലയം. സങ്കീർണമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ആഴത്തിലുള്ള ഗവേഷണവും നൂതന രൂപകൽപ്പനയും INS അരിഘട്ടിനെ കൂടുതൽ ശക്തനാക്കുന്നു. റഷ്യയുടെ സഹായത്തോടെ സ്വകാര്യ സ്ഥാപനങ്ങളും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ രഹസ്യമായിട്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം. കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ് എന്നിവർക്കൊപ്പം ആണവത്രയത്തിന്റെ ഭാഗമാണ് ഇന്ത്യയും. കരയിലും ആകാശത്തും ആണവ മിസൈൽ ശേഷിയുള്ള ഇന്ത്യക്ക് അരിഹന്തും അരിഘട്ടും കടലിലും അതേ കരുത്തേകും. അരിഹന്ത്, അരിഘട്ട് എന്നിവയേക്കാൾ വലിപ്പമുള്ള 2 ന്യൂക്ലിയർ ബാലിസ്റ്റിക് അന്തർവാഹിനികൾ പണിപ്പുരയിലാണ്. മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിദാമൻ വൈകാതെ രംഗത്തിറങ്ങും. 2016 ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനി അരിഹന്ത് കമ്മീഷൻ ചെയ്തത്. ഒപ്പം അരിഘട്ടും കൂടി അണിചേർന്നതോടെ ഇന്ത്യൻ സമുദ്ര മേഖലകളിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടക്കാനാകുമെന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പ്രതിരോധ മേഖലയിൽ ശക്തമായ കവചം തീർത്തുകൊണ്ട് കൂടുതൽ ശക്തരായി മാറുകയാണ് രാജ്യം. വൈകാതെ തന്നെ ലോകശക്തികൾക്കൊപ്പം കിടപിടിക്കാൻ തക്ക ശക്തരായി ഇന്ത്യ വളരുമെന്ന് വിദഗ്ധർ.